ഹലോ. അപ്പോൾ ഇന്ന് നമുക്ക് എണ്ണയിൽ ഫ്രൈ ചെയ്യാതെ തന്നെ നേന്ത്രപ്പഴം വെച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ടും അതുപോലെ തന്നെ കാണാൻ നല്ല ഭംഗിയായിട്ടുള്ള ഒരു സ്നാക്സിൻ്റെ റെസിപ്പി നോക്കിയാലോ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നേന്ത്രപ്പഴം വേണം. അപ്പോൾ അത് എടുക്കുമ്പോൾ നമ്മൾ നല്ലവണ്ണം കറുത്തുപോയ പഴം എടുക്കരുത്. പിന്നെ ഏകദേശം ഒരു പാകത്തെ പഴുപ്പായ പഴം എടുത്തിട്ട് ചെയ്യണം. അപ്പോൾ അത് 3 അല്ലെങ്കിൽ വലുതാണെങ്കിൽ 2 എടുക്കുക, അല്ലാണ്ടെങ്കിൽ 3. അത് നമുക്ക് ഇതുപോലെ അധികം കട്ടിയില്ലാതെ തന്നെ നീളത്തിൽ കട്ട് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഈ പഴം നമുക്ക് അതിലൊന്ന് ജസ്റ്റ് ഒന്ന് വാട്ടിയെടുക്കണം കേട്ടോ, 2 വശവും. അപ്പോൾ എല്ലാതും ഇതിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഒരു വശമാകുമ്പോൾ നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ 2 വശം ആയതിന് ശേഷം നമുക്കിത് എല്ലാതും ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം കേട്ടോ. എല്ലാ പഴത്തിൻ്റെ പീസും ഇതുപോലെ തന്നെ ചെയ്തിട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം. ഇനി ആ പാനിൽ തന്നെ നമ്മൾ 1 ടേബിൾ സ്പൂണും പാടെ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 കപ്പ് ചിരകിയ തേങ്ങ ചേർത്തി കൊടുക്കാം. അത് ചേർത്തിട്ടൊന്ന് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു 2.5 ടേബിൾ സ്പൂണ് പഞ്ചസാര ചേർത്തി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മധുരം എത്ര വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് ചേർത്തി കൊടുക്കാം. പിന്നെ ഒരു 1/4 ടീസ്പൂണ് ഏലക്കാപ്പൊടി ചേർത്തിയിട്ടുണ്ട്. പിന്നെ ഒരു നുള്ളു ഉപ്പ് ചേർത്തി കൊടുക്കാം, ഉപ്പ് കൂടി പോവരുത്. എന്നിട്ട് ഇത് നല്ലവണ്ണം തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ പഞ്ചസാരയൊക്കെ ഒന്ന് മെൽറ്റ് ആവണ വരെയൊക്കെ നമുക്കിതൊന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കാം. അപ്പോൾ ഏകദേശം ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഇനി നമുക്ക് മാറ്റി വെക്കാം. ഇനി ഒരു മിക്സിൻ്റെ ജാർ എടുത്തിട്ടുണ്ട്. അതിൽ നമുക്കൊരു ബാറ്ററി തയ്യാറാക്കണം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അതിലേക്ക് 2 കോഴിമുട്ട പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കാം. പിന്നെ 1 കപ്പ് മൈദപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്, അത് ചേർത്തി കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് കളറിന് വേണ്ടിയിട്ട് ഒരു 2 നുള്ളു മഞ്ഞൾപ്പൊടി ചേർത്തിയിട്ടുണ്ട്. അപ്പോൾ ഇല്ലാണ്ടെങ്കിൽ ഫുഡ് കളർ ഉണ്ടെങ്കിൽ അത് ചേർത്താൽ ഇഷ്ടമുള്ളവർക്ക് അത് ചേർത്താട്ടോ, മഞ്ഞൾപ്പൊടി കൂടി പോവരുത്. ഇനി ഇതിലേക്ക് ആ കപ്പിൽ തന്നെ 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നല്ലവണ്ണം ഒന്ന് അടിച്ചെടുത്ത് കൊണ്ടുവരാം. അപ്പോൾ അതാ ഞാനൊരു ബൗളിലേക്ക് ഇത് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുള്ളത്. അപ്പോൾ അത് കൂടി പോവും ചെയ്യരുത്. ഇനി ഇത് നമുക്ക് ചുട്ടെടുക്കാൻ ഒരു പാന് ചൂടാക്കാൻ വെക്കാം. അപ്പോൾ നോൺ സ്റ്റിക്കിൻ്റെ പാനാണ് എടുത്തിട്ടുള്ളത്. ഏകദേശം ഇതുപോലെ വലിപ്പമുള്ളൊരു പാൻ എടുക്കണേ, അല്ലെങ്കിൽ ദോശത്തവ എടുത്താലും മതി. അതിലേക്ക് ഒരു ചെറിയ തവി മാവ് ഒഴിച്ചു കൊടുക്കട്ടെ. അപ്പോൾ നമ്മൾ കട്ടി കുറഞ്ഞൊരു ദോശയാണ് തയ്യാറാക്കി എടുക്കേണ്ടത്, കട്ടി കൂടി പോവരുത്. തീ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം കേട്ടോ അത് തയ്യാറാക്കി എടുക്കാൻ. അങ്ങനെ മുകൾ വശം ഒന്ന് കുക്കായാൽ ഇതിലേക്ക് കുറച്ച് തേങ്ങൻ്റെ ഫില്ലിങ് നമുക്ക് ഇതുപോലെ വെച്ച് കൊടുക്കാം. കുറച്ച് ഒരുപാട് വെച്ച് കൊടുക്കരുത്, കുറച്ച് മാത്രം ഒന്ന് കട്ടി കുറച്ചിട്ട് വെച്ച് കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ വാട്ടി വെച്ച നേന്ത്രപ്പഴത്തിൻ്റെ പീസ് ഉണ്ടല്ലോ, അത് ഇതുപോലെ നീളത്തിൽ വെച്ച് കൊടുക്കാം. അങ്ങനെ അത് വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് മുകളിൽ വേണമെങ്കിൽ കുറച്ച് ഫില്ലിങ്ങും പാടെ അതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ഇനി സൈഡിൽ നമ്മൾ ആ മാവിൽ നിന്ന് കുറച്ച് ഈ സൈഡ് വശത്തേക്കൊന്നിങ്ങനെ ആക്കി കൊടുക്കുക കേട്ടോ. ഒരുപാട് ഒഴിക്കണ്ട കേട്ടോ, കുറച്ച് മാത്രം ആ വക്കിൽ മാത്രം ഒന്ന് ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി ദോശ ആ സൈഡിൽ നിന്നും ഈ സൈഡിലേക്ക് നമ്മളൊന്ന് മടക്കി കൊടുക്കുക കേട്ടോ അതുപോലെ. എന്നിട്ട് നല്ലവണ്ണം തന്നെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ആ വക്കുവിൻ്റെ ഭാഗങ്ങളിലാണ് നല്ലവണ്ണം പ്രസ് ചെയ്ത് കൊടുക്കേണ്ടത്, അവിടെ ഒന്ന് ഒട്ടിക്കിട്ടാനാണ്. ഇനി കുറച്ച് മാവ് എടുത്തിട്ട് അപ്പുറത്തെ സൈഡിൽ ഇതുപോലെ ഒഴിച്ചെടുക്കുക. അപ്പോൾ അതിൻ്റെ ഈ ഇപ്പുറത്തെ മാവിനോട് നടുവശത്ത് ചേർത്തിയിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കണം. പിന്നെ ഇതിലും കുറച്ച് ഫില്ലിങ് വെച്ച് കൊടുക്കാം. എന്നിട്ട് പഴം ഇതുപോലെ ഒരു 3 പീസ് ഇതുപോലെ നീളത്തിൽ വെച്ച് കൊടുക്കാം കേട്ടോ. നല്ലവണ്ണം ഈ നടുവശത്തേക്ക് കണ്ട് അടുപ്പിച്ചിട്ട് വെച്ച് കൊടുക്കണ്ട. അങ്ങനെ അത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ആ സൈഡിൽ ഇതുപോലെ ചെറുതായിട്ടൊന്ന് മാവ് ഒഴിച്ചു കൊടുത്തിട്ട് ഇപ്പുറത്തുനിന്ന് ആ ഭാഗത്തേക്ക് നമുക്കൊന്ന് മടക്കിയെടുക്കാം. ഇനി ഇങ്ങനെ 2 പ്രാവശ്യം മാത്രം ചെയ്തിട്ട് വേണമെങ്കിൽ എടുക്കാം കേട്ടോ. അപ്പം നമുക്ക് ഒന്നും പാടൊന്ന് ലെയർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ 1 പ്രാവശ്യം പാട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ കണ്ടല്ലോ, അരുവശത്തേക്കൊക്കെ നല്ലവണ്ണം ആകണ രീതിയിൽ തന്നെ ഒഴിച്ചു കൊടുക്കണേ. പിന്നെ ഒരിക്കലും മാവിൽ കട്ടിയിൽ ഒഴിച്ചു കൊടുക്കും ചെയ്യരുത് കേട്ടോ, കുറച്ച് മാത്രം എടുത്തിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ ഈ സൈഡിലും ഫില്ലിങ് വെച്ച് കൊടുക്കാം. അപ്പോൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ചെയ്യും വേണം. പിന്നെ അതുപോലെ ഫില്ലിങ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്ന മാവ് ഉണ്ടല്ലോ, ഒന്ന് കുക്കായതിന് ശേഷം മാത്രമേ ഫില്ലിങ് വെച്ച് കൊടുക്കാവൂ കേട്ടോ. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ദോശമാവ് ഒഴിച്ച പാടന്നെ പെട്ടെന്ന് ഫില്ലിങ് തേങ്ങൻ്റെ ഫില്ലിങ്ങും പഴവും വെച്ചിട്ട് വേഗം ചെയ്തെടുക്കും ചെയ്യണേ. അല്ലാഞ്ഞാൽ നമ്മൾ പതുക്കെ ചെയ്യണമെന്ന് വെച്ചെങ്കിൽ നമ്മൾ അടിയിലുള്ള ദോശ ചൂടുകൊണ്ട് പിന്നെ കരിഞ്ഞു പോകും കേട്ടോ. അപ്പോൾ കരിയാത്ത രീതിയിൽ ചെയ്തെടുക്കാം. അങ്ങനെ 2 വശം ഒന്നും പാടെ ഞാനൊന്ന് ഒരു 2 പ്രാവശ്യം തിരിച്ചിട്ടിട്ട് പിന്നീട് ഞാനത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് നമുക്കൊന്ന് ചൂടാറിന് ശേഷം ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ഐറ്റമാണ് കേട്ടോ. ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കൂട്ടോ ഇതുപോലെ. അപ്പോൾ ഇതിൻ്റെ ബാക്കി മാവ് വെച്ചിട്ട് ഇതുപോലെ ഒന്നും പാടെ ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ അപ്പോൾ നേന്ത്രപ്പഴങ്ങൾ എടുക്കണ വലിപ്പത്തിനനുസരിച്ചിട്ട് നമുക്ക് കൂട്ടിയൊക്കെ എടുക്കാം കേട്ടോ. അപ്പോൾ 2 പഴം വെച്ചിട്ടാണ് ഞാൻ ഈ ഒരെണ്ണം ചെയ്തെടുത്തിട്ടുള്ളത്.
3 പ്രാവശ്യം നമ്മൾ മാവ് ഒഴിച്ചുകൊണ്ട് കേട്ടോ അത്ര ലെയറായിട്ട് കിട്ടണത്. അപ്പോൾ നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ, പിന്നെ കാണാൻ നല്ല ഭംഗിയാണ്. അപ്പോൾ വീട്ടിൽ നമുക്ക് കുട്ടികൾക്കും അതുപോലെ വിരുന്നുകാരൊക്കെ വരുമ്പോൾ നേന്ത്രപ്പഴമൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു സ്നാക്സിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം.